ഇനി നാം ഒരു മനുഷ്യനിലും തടഞ്ഞു വെക്കാൻ പാടില്ലാത്ത രണ്ടാമത്തെ കാര്യം എന്താണ്? കേട്ടോളിൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഒരു മനുഷ്യനിലും നാം തടഞ്ഞു വെക്കാൻ പാടില്ലാത്ത രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുവോ? അള്ളാന്റെ റസൂല് പറയുകയാ, അൽ മിൽഹു, ഉപ്പാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ഉപ്പ് അത് ഒരിക്കലും നാം ഒരു മനുഷ്യനിലും തടഞ്ഞു വെക്കാൻ പാടില്ല എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. കാരണം ഉപ്പ് എന്നത് അള്ളാഹുവിന്റെ അധീനതയിൽപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം കടലുകളിൽ നമുക്ക് ശുദ്ധജലം അല്ലാഹു നമുക്ക് നൽകി, ഉപ്പുവെള്ളവും അല്ലാഹു നമുക്ക് നൽകി. ഈ ഉപ്പുവെള്ളം നൽകിയവൻ ആരാണ്? അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബല്ലേ. സമുദ്രത്തിൽ ഉപ്പുവെള്ളം നൽകിയവനും സമുദ്രത്തെ തന്നെ പടച്ചവൻ അല്ലാഹുവല്ലേ. ഇത് നൽകിയില്ലായിരുന്നെങ്കിൽ നമുക്ക് ഉപ്പ് ലഭിക്കുമായിരുന്നോ? ഇല്ല. ഇതും എൻ്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിൻ്റെ അധീനതയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ഉപ്പെന്ന് പറയുന്ന അനുഗ്രഹവും ഒരു മനുഷ്യൻ തടഞ്ഞു വെക്കാൻ പാടില്ലാത്ത രണ്ടാമത്തെ കാര്യമായി അള്ളാന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചെങ്കിൽ, ഇനി ഒരു മനുഷ്യൻ തടഞ്ഞു വെക്കാൻ പാടില്ലാത്ത മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുവോ? കേട്ടോളിൻ. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഒരു മനുഷ്യനിലും നാം തടഞ്ഞു വെക്കാൻ പാടില്ലാത്ത മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുവോ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, അൽ മാഉ, അത് വെള്ളമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളം ഒരിക്കലും നാം ആരിലും തടഞ്ഞു വെക്കാൻ പാടില്ല. നാം ഇന്ന് കിണറുകുത്തി, എത്രയോ വീടുകളിലാണ് ഇന്ന് കിണറുകുത്തിയിട്ട് വെള്ളം ലഭിക്കാത്തത്. ഈ വെള്ളം ആ കിണറ്റിൽ വേണമെങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ വെള്ളം ലഭിക്കുകയുള്ളൂ. എന്നാൽ ആ കിണറ്റിൽ വെള്ളമായി കഴിയുമ്പോൾ, വേനൽക്കാലമാകുമ്പോൾ പലരുടെയും കിണറുകളിലെ വെള്ളം വറ്റുമ്പോൾ അയൽവക്കത്തെ വെള്ളം തേടിക്കൊണ്ട് അയൽവക്കക്കാര് കടന്നു വരുമ്പോൾ അവിടെ നിങ്ങൾ വെള്ളം തടഞ്ഞു വെക്കാൻ പാടില്ല മുസ്ലിമേ. കാരണം വെള്ളം തടഞ്ഞു വെക്കുന്നവനെ നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ കോടതിയിൽ തക്കമായ ശിക്ഷകൾക്ക് അവൻ വിധേയമാകേണ്ടി വരും. അള്ളാഹു കാക്കുമാറാകട്ടെ. കാരണം അള്ളാന്റെ റസൂലാണ് നമ്മെ പഠിപ്പിച്ചത്, ഒരു മനുഷ്യനിലും നാം തടഞ്ഞു വെക്കാൻ പാടില്ലാത്ത മൂന്ന് കാര്യങ്ങളിലെ മൂന്നാമത്തെ കാര്യം അൽ മാഉ, അത് വെള്ളമാണെന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്.